ഒരു ലോട്ടറി എടുക്കും. നമ്പറാ 3 മണി വരെ അടിപൊളി നമ്പറാ. നോക്കിയൊന്ന് നോക്കിയേ. അതല്ല ഞാൻ ലോട്ടറി എടുക്കാറില്ല, അതുകൊണ്ടാ. എന്താ ഒന്ന് സഹായിക്കും. ഒരു കച്ചവടം പോലെ നടന്നില്ല അതാണ്. അല്ല ഞാൻ ലോട്ടറി എടുക്കാറില്ലടോ, എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. എന്താ ഒന്ന് സഹായിക്കും. നോക്കിയാൽ നല്ല നമ്പറുകളാ. അതെ ഇങ്ങനെ താനേ ഒരു കച്ചവടം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മേടിക്കില്ല. മനസ്സിലായി? ഞാൻ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ പഠിച്ചാണേ. അതെങ്ങനെ കച്ചവടം ചെയ്യാൻ ഒരാളെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ എന്നെ കാണുമ്പോൾ മനസ്സിലാക്കണമായിരുന്നു ഞാൻ ലോട്ടറി എടുക്കാത്ത ആളാന്ന്. അത് നിങ്ങൾക്ക് അറിയില്ല. അതെന്ന് വെച്ചാൽ തന്ത വൈബായതുകൊണ്ടാണ്, അതുകൊണ്ടല്ല. ഇപ്പൊ ലോട്ടറി വിൽക്കണ രീതി ഇങ്ങനെയല്ല. ഉദാഹരണത്തിന് ഞാൻ കാട്ടിത്തരാം. ഒരു ലോട്ടറി വിറ്റ് കാണിച്ചു തരാം. അങ്ങനെയാണ് ലോട്ടറി വിൽക്കേണ്ടത്. ആള് പിടിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. അമ്പലത്തിൽ പോയിട്ട് പോകും. അതെ, എനിക്ക് മനസ്സിലായി. അതായത് അല്ല, ഇന്ന് 3 മണിക്ക് നറുക്കെടുക്കണ ലോട്ടറിയാണത്. ഓക്കെ, 10/21. ഓ, ചേട്ടന് 5000 രൂപ ആവശ്യമില്ലേ? ഇല്ലേ? ഇന്ന് 3 മണിക്ക് 5000 രൂപ അടിക്കണ നമ്പർ. അത് അടിക്കോ? 2 അറ്റത്ത് 1 കണ്ട. ഇന്ന് എന്തായാലും അടിച്ചിരിക്കുന്നത് 5000 അടിക്കുന്ന നമ്പറാണ്. 5000 ഉറപ്പായിട്ട് അടിച്ചിരിക്കും. 10/21, 2 അറ്റത്ത് 1. ഓക്കെ, ഒരു താല്പര്യം കണ്ട. ഇങ്ങനെയാണ് കച്ചവടം ചെയ്യാ. ഇതിന് തന്തവൈബും യൂത്തും തമ്മിലുള്ള വ്യത്യാസം കേട്ടാ. ബിസിനസ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പഠിച്ചിട്ട് വേണം ഈ പരിപാടിക്ക് ഇറങ്ങാൻ. മനസ്സിലായ? അടിക്കുന്ന ഉറപ്പല്ലേ? അടിക്കുന്ന ഉറപ്പ്. 5000 ഉറപ്പിച്ചു. 5000 ഉറപ്പ് കേട്ടോ. നോക്കിയേ, 10/21, 2 അറ്റത്ത് 1. 3 മണിയാകുമ്പോ ചേട്ടൻ 5000 രൂപ കിട്ടും. അടിച്ചു വിളിക്ക്. അപ്പൊ 5000 ഉറപ്പിച്ചു. വേറെ പ്രശ്നമുണ്ട്. എനിക്കൊന്ന് കുമ്പളക്ക് പോണം. ചേട്ടൻ പൊക്കോ. ഞാനൊരു 45 ദിവസം കണ്ട് വരുള്ളൂ. അതെ. ഇത് അടിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ മാറണ്ടേ? അതെ, മാറണം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ ഇത് കൈവിക്ക്. ഒരു 3000 രൂപ. അല്ല, 3000. എന്തായാലും അടിക്കുന്ന ഉറപ്പല്ലേ? അടിക്കോ? പിന്നെ ലാസ്റ്റും ഫസ്റ്റും 1 ആണ് നമ്പർ. അപ്പൊ എന്തായാലും അടിക്കും. അടിക്കോ? പിന്നെ അടിക്കുന്നു. നീ ഒരു 3000 തന്നു കഴിഞ്ഞാല് 2000 നിനക്ക് അപ്പോഴും ലാഭ. അതെ, നിന്റെ കയ്യിൽ 2000 ഇരിക്കില്ലേ? അപ്പൊ 5000 അടിക്കണ്ടേ? അടിക്കൂലോ? അടിക്കൂലേ? പിന്നെ തീർച്ചയായിട്ടും അടിക്കൂലേ? നീ 3000 രൂപ കേട്ടേ അങ്ങോട്ട് തരണം. 2000 രൂപ ലാഭം അടിച്ചു പൊളിക്കടാ. അതാ കിട്ടും. അല്ല, അടിക്കൂലേ? പിന്നെ 2000 നിന്റെ കയ്യിൽ ഇരിക്കല്ലേ? 10/21. പിന്നെ 10/21. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വന്നിട്ട് കാണാം. ശരി. ഇതടിക്കോ? ഇത് അതെ, ഒരു പ്രശ്നമുണ്ട്. എനിക്കൊരു 100 ദിവസമായിരുന്നു 100 രൂപ പോലും അടിച്ചിട്ട്. അതെ, യൂത്തിനെ ഇവിടെ നിൽക്കും. ഞാൻ എനിക്ക് കുറച്ച് പണിയുണ്ട്. അതല്ല